CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച പൂർത്തിയായി. CPI മന്ത്രിമാരുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അല്പസമയത്തിനകം ചേരുകയാണ്. കിരൺ കുമാർ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. കിരൺ, PM ശ്രീയുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ ഇടഞ്ഞു നിൽക്കുന്ന CPI അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുകൂടി ഉണ്ടാവുകയാണ്. പക്ഷേ പിന്നോട്ട് പോകാൻ CPI തയ്യാറാകുമോ? അങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞാൽ മാത്രം ഒരു അനുനയ നീക്കത്തിലേക്ക് പോകാൻ വേണ്ടിയാണോ ഇത്ര ദിവസം CPI ഇത്തരത്തിൽ കടുത്ത നിലപാടെടുത്തത്? മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞിരിക്കുന്നു. വിശദാംശങ്ങൾ. അമ്പിളി, ഏതായാലും മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുള്ള ആ ഒരു സമവായ ഫോർമുല അത് ഏത് രീതിയിൽ CPI നേതൃത്വം ഏറ്റെടുക്കും എന്നുള്ളൊരു കാര്യമാണ് ഇനി കാണേണ്ടത്. CPI അത് ഉൾക്കൊള്ളുമോ അല്ലെങ്കിൽ അതിനെ തള്ളുമോ എന്നുള്ളൊരു കാര്യം അറിയേണ്ടതുണ്ട്. ഏതായാലും ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ ചേർന്ന ആ യോഗം മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ ബിനോയ് വിശ്വം അടക്കമുള്ള നേതാക്കളുമായി നടത്തിയിരുന്ന ആ കൂടിക്കാഴ്ച അവസാനിച്ചിട്ടുണ്ട്. അതിനുശേഷം ഏതായാലും ഇപ്പോൾ പുറത്തേക്ക് വരുന്നു ചർച്ച നടത്തി പുറത്തേക്ക് എത്തിയിരുന്നു. ഇനി CPIയുടെ സെക്രട്ടേറിയറ്റ് യോഗം ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ തന്നെ ചേരുകയാണ്. ഈ യോഗത്തിന് ശേഷമായിരിക്കും ഏതായാലും CPI തങ്ങളുടെ നിലപാടിൽ നിലപാട് വ്യക്തമാക്കും. ഏതായാലും മുഖ്യമന്ത്രി ഈ ചർച്ചയ്ക്ക് ശേഷം അദ്ദേഹം പുറത്തേക്ക് വരികയാണ്. നേരത്തെ ഈ സെക്രട്ടേറിയറ്റിന് മുന്നോടിയായി തന്നെ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുകയും അതിനുശേഷം മന്ത്രിമാർ പുറത്തിറങ്ങുകയും ചെയ്തിരുന്നു. എന്നാൽ വീണ്ടും മന്ത്രിമാരായിട്ടുള്ള T പ്രസാദ്, K രാജൻ, G അടക്കമുള്ള ആളുകളെ മുഖ്യമന്ത്രി വീണ്ടും വിളിപ്പിക്കുകയും ഇവരുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഏതായാലും സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നത്. ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഏതായാലും നിർണായകമായിട്ടുള്ള ഒരു നിലപാട്, അത് CPIയുടെ ആ ഒരു നിലപാട് എന്ത് എന്നുള്ള കാര്യത്തിൽ അതിലൊരു വ്യക്തത ഇന്നുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും മുഖ്യമന്ത്രി ഈ ചർച്ചകൾക്ക് ശേഷം ആലപ്പുഴ ഗസ്റ്റ് ഹൗസിന്റെ പുറത്തേക്ക് വരികയാണ്. അദ്ദേഹം ഏതായാലും ഇവിടെ നിന്നും അടുത്ത പരിപാടി സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ഏതായാലും ആ സമയത്ത് തന്നെ ഈ യോഗം, അതായത് സെക്രട്ടേറിയറ്റ് യോഗം ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ നടക്കുന്നുണ്ട്. ഏതായാലും ഇനി എന്താണ് മുന്നോട്ട് വെച്ചത്, അതായത് നിലവിൽ ഇപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി എന്താണോ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിരിക്കുന്നത് ആ കാര്യം അത് CPI എങ്ങനെ അതിനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളൊരു കാര്യമാണ് കണ്ടറിയേണ്ടത്. ഈ കാര്യം വീണ്ടും ഈ സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തതിനു ശേഷം ഒരു പ്രതികരണം CPIയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം CPIയുടെ യോഗം ചേർന്നിരുന്നു. അതിനുശേഷം വന്നാൽ പ്രതികരിക്കാൻ ആദ്യം തന്നെ തയ്യാറായിരുന്നു. പ്രത്യേകിച്ച് ബിനോയ് വിശ്വം അടക്കമുള്ള ആളുകൾ പുറത്തേക്ക് വന്നതിന് ശേഷം അദ്ദേഹം മൗനം പാലിക്കുകയായിരുന്നു. എന്നാൽ K രാജൻ പുറത്തേക്ക് വന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് ഉചിതമായ കാര്യം ഉചിതമായ സമയത്ത് അറിയിക്കും എന്നുള്ളൊരു കാര്യമാണ്. ഏതായാലും CPIക്ക് വലിയൊരു എതിർപ്പ് തന്നെയാണ് ഈ PMCA പദ്ധതിയിൽ ഒപ്പിട്ടുമായി ബന്ധപ്പെട്ട് ഉള്ളത്. മുന്നണിയുടെ മര്യാദ അടക്കം ലംഘിക്കുന്ന ഒരു നടപടിയായിരുന്നു CPIന്റെ ഭാഗത്തുനിന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് എന്നുള്ളൊരു ആരോപണം അത് ശക്തമായി തന്നെ CPI മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ കൃത്യമായ ഒരു മറുപടി, ഒരു നിലപാട് CPIയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നുള്ളൊരു ആവശ്യം നേരത്തെ മന്ത്രിമാരടക്കമുള്ള ആളുകളും മുന്നോട്ട് വെച്ചിരുന്നതാണ്. ഏതായാലും ആ ഒരു വിഷയം അത് നയപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിന് സമവായത്തിലേക്ക് എത്തിച്ച് CPIയെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമായിരുന്നു ഏതായാലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും നേരിട്ട് തന്നെ ഉണ്ടായിരുന്നത്. ആ ചർച്ച പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രി പുറത്തേക്ക് വരുന്നതായിരിക്കും. PM ശ്രീയിൽ കടുത്ത എതിർപ്പ് CPIക്ക് ആദ്യം മുതൽ ഉണ്ടായിരുന്നു. ആ എതിർപ്പാണ് CPI പല ഘട്ടങ്ങളിലായി പ്രകടിപ്പിച്ചത്. PM ശ്രീയിൽ ഒപ്പിട്ടു എന്നതോടുകൂടി തന്നെ വീണ്ടും ആ എതിർപ്പ് കടുപ്പിക്കുകയാണ് CPI ചെയ്തത്. ആ CPIയുടെ എതിർപ്പ് അങ്ങനെ വളരെ ശക്തമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി കൂടിക്കാഴ്ച നടത്താൻ തന്നെ തീരുമാനിച്ചത്. ആ കൂടിക്കാഴ്ച പൂർത്തിയായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹം പക്ഷേ അത് സംബന്ധിച്ച് കൃത്യമായ പ്രതികരണങ്ങൾ ഉണ്ടായില്ല. പക്ഷേ മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നതിന് മുമ്പ് വളരെ പോസിറ്റീവായിട്ടാണ് ഈ ഒരു നീക്കത്തെ കാണുന്നത് എന്ന് ബിനോയ് വിശ്വം പറഞ്ഞിരുന്നു. ആ ഒരു പോസിറ്റീവ് തീരുമാനം മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉണ്ടായോ? CPI അനുനയിപ്പിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി അറിയേണ്ടത്. നേരത്തെ തന്നെ CPI എക്സിക്യൂട്ടീവ് യോഗം ചേർന്നപ്പോൾ തന്നെ ഈ പാർട്ടിയുടെ നയവ്യതിയാനം ഉണ്ടാകാതിരിക്കണം എന്നുള്ള ഒരു പൊതു നിലപാടാണ് അവിടെ ഉയർന്നു വന്നത്. ഒപ്പം ശക്തമായ അഭിപ്രായം പല വിഷയങ്ങളിൽ അവിടെ ഉയർന്നു വന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാർട്ടി നിലപാടിൽ വെള്ളം ചേർക്കരുത് എന്നുള്ള കാര്യമാണ് ആ ഒരു പൊതുവികാരമായി ഉയർന്നു വന്നത്. എന്നാൽ ഒരു മുന്നണിയെ പ്രതിസന്ധിയിലാക്കുന്ന തീരുമാനങ്ങൾ ഉണ്ടാകരുത് എന്നുള്ള ചില കാര്യങ്ങളും ചില നേതാക്കൾ
എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഉന്നയിച്ചുവെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും കിരൺ, ഈ എക്സിക്യൂട്ടീവ് യോഗം കഴിഞ്ഞു ഇനി സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. മുഖ്യമന്ത്രി CPIയെ കൃത്യമായി അനുനയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീർച്ചയായും പ്രതിഫലിക്കും. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നേരത്തെ നടന്ന യോഗത്തിലൊക്കെ ഒരു തരത്തിലും പാർട്ടി വെള്ളം ചേർക്കാൻ അനുവദിക്കരുത് എന്ന് നിലപാടെടുത്തവർ. അങ്ങനെയാണെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് അനുനയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എടുക്കാൻ പോകുന്നത് വളരെ നിർണായകമായ തീരുമാനമായിരിക്കും. മന്ത്രിസഭയിൽ നിന്ന് അടക്കം വിട്ടു നിൽക്കണമെന്ന ആവശ്യം നേരത്തെ ഉയർന്നതാണ്. ആ ഒരു ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി നേരിട്ടെത്തി ബിനോയ് വിശ്വവുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. അതിനുശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുമ്പോൾ എങ്ങനെയായിരിക്കും ഇനി ഉണ്ടാവുക? അതായത് മുഖ്യമന്ത്രിക്ക് ബിനോയ് വിശ്വത്തെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാമോ? അതില ഏതായാലും മുഖ്യമന്ത്രി ഏത് തരത്തിലേക്കാണ് ഈ ചർച്ച എത്തിയിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം വ്യക്തമാകേണ്ടതുണ്ട്. നേരത്തെ 1 മണിക്കൂറിലധികം ഒരു ചർച്ചയായിരുന്നു മുഖ്യമന്ത്രിയുമായും ബിനോയ് വിശ്വം നടത്തിയിരുന്നത്. ഈ ഒരു വിഷയത്തിൽ പിന്നോട്ടില്ല എന്നുള്ളൊരു നിലപാട് തന്നെയായിരുന്നു CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേർന്ന സമയത്ത് ഉണ്ടായിരുന്നത്. ആ ഒരു നിലപാട് തന്നെയാണ് നേതാക്കളെല്ലാം തന്നെ മുന്നോട്ട് വെച്ചത്. എന്നാൽ മുഖ്യമന്ത്രി ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ അതിനു മുന്നേ തന്നെ CPIഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ്, അടിയന്തര സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആയിരുന്നു ഇന്ന് തിരുവനന്തപുരത്ത് നടന്നത്. ഈ യോഗത്തിൽ പങ്കെടുത്തതിന് ശേഷമാണ് മുഖ്യമന്ത്രി ആലപ്പുഴയിലേക്ക് എത്തുന്നത്. ആ സമയം തന്നെ ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നയം അത് രൂപീകരിച്ചുകൊണ്ട് തന്നെയായിരുന്നു മുഖ്യമന്ത്രി വന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാവിലെ എല്ലാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ തയ്യാറായ ബിനോയ് വിശ്വം പിന്നീട് ഈ വിഷയത്തിൽ കൃത്യമായ ഒരു പ്രതികരണം നടത്തിയിരുന്നില്ല. ഈ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം കഴിഞ്ഞതിന് ശേഷം പ്രതികരിക്കാതെയായിരുന്നു ബിനോയ് വിശ്വം ഇറങ്ങിപ്പോയത്. അതിന് അർത്ഥം ഈ ഒരു ചർച്ച കൂടി മുഖ്യമന്ത്രിയുമായിട്ടുള്ള ചർച്ച കൂടി നടത്തിയതിനു ശേഷം മാത്രം ഇതിൽ ഇനി തങ്ങളുടെ നിലപാട് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന കാര്യം എന്താണ് എന്ന് വ്യക്തമാക്കിയാൽ മതി എന്നുള്ളൊരു സമീപനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ബിനോയ് വിശ്വം ഇത്തരത്തിൽ മൗനം പാലിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും മുഖ്യമന്ത്രിയുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം വീണ്ടും ഈ CPI നേതാക്കൾ അവരുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നു. ഈ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഇനിയുള്ള CPIയുടെ നിലപാട് അത് വ്യക്തമാകുക. ഏതായാലും CPI വലിയൊരു പ്രതിസന്ധിയിൽ തന്നെയാണ് ഈ വിഷയത്തിലുള്ളത്. നേരത്തെ ഈ വിഷയത്തിൽ PMCയെ ഒപ്പുവെക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോകണം എന്ന് CPI ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സർക്കാർ അതുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഒപ്പുവെച്ചു. ഇങ്ങനൊരു പ്രതിസന്ധി ഉണ്ടാകുന്നു. മാത്രമല്ല മുന്നിൽ ഒരു പ്രതിഷേധം ഉണ്ടാകുമ്പോൾ പോലും അതിൽ CPIയെ ഗൗനിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല. CPIയെ ഒപ്പം നിർത്താൻ വേണ്ടി ശ്രമം നടത്തുമ്പോൾ എന്നാൽ PMCയെ പോലെ ഒരു വിഷയത്തിൽ നിന്ന് മുന്നോട്ട് പോകാനായിട്ട് സർക്കാരും തയ്യാറാക്കി. അതുകൊണ്ട് തന്നെ ഈ CPIയുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളൊരു കാര്യമാണ് വ്യക്തമാകേണ്ടത്. മുന്നണിയുടെ മര്യാദ ലംഘനമായിരുന്നു ഈ നടന്നിരിക്കുന്നത് എന്നൊരു ആരോപണം, അല്ലെങ്കിൽ അത്തരത്തിലൊരു പരാതി തന്നെയാണ് പ്രധാനമായിട്ടും CPI മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആ വിഷയത്തിൽ ഇനി എന്തായിരിക്കും CPIയുടെ നിലപാട് എന്നുള്ളൊരു കാര്യം അറിയേണ്ടതുണ്ട്. ഏതായാലും മുഖ്യമന്ത്രി ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം ഇനി വയലാറിൽ നടക്കുന്ന പുന്നപ്പുറ വയലാർ ലക്ഷ്യഹസ്തി വാരാചരണത്തിന്റെ സമാപന പരിപാടിയിലേക്കാണ്. ആ പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. അതിനുവേണ്ടി മുഖ്യമന്ത്രി ഏതായാലും പുറപ്പെട്ടിട്ടുണ്ട്. CPI നേതാക്കളും ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ട ആളുകളാണ്. അവർ ഈ സെക്രട്ടേറിയറ്റിന് ശേഷമായിരിക്കും ഏതായാലും പുറത്തേക്ക് എത്തുക. നിലവിലിപ്പോൾ മുഖ്യമന്ത്രി ഈ ചർച്ചകൾക്കുള്ള ശേഷം ഇവിടെ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. കിരൺ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ CPI വീണ്ടും നിലപാട് അതായത് മുഖ്യമന്ത്രിക്ക് CPI അനുനയിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എങ്ങനെയായിരിക്കും മുന്നണിക്കുള്ളിലെ ഇവരുടെ പോക്ക്? കാരണം മുന്നണി സ്വാഭാവികമായും മുന്നണി മര്യാദകൾ ലംഘിച്ചുവെന്ന് നേരത്തെ തന്നെ ബിനോയ് വിശ്വം വ്യക്തമാക്കിയതാണ്. അത്തരം മുന്നണി മര്യാദകൾ ലംഘിച്ചുകൊണ്ട് ആ മുന്നണിക്കുള്ളിൽ തുടരാൻ തന്നെ CPI തീരുമാനിക്കുമോ? ഒപ്പം കടുത്ത പ്രതിസന്ധി ഉണ്ടാകാനല്ലേ പോകുന്നത് ഇടതു മുന്നണിയെ സംബന്ധിച്ച്? അതിൽ തീർച്ചയായിട്ടും ഈ ഇടതു മുന്നണിയിൽ പലപ്പോഴും CPI മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അതിന് കൃത്യമായൊരു നടപടി അല്ലെങ്കിൽ ആ കാര്യങ്ങളിൽ ഒരു സർക്കാർ അനുകൂലമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിച്ചിരുന്നില്ല എന്നുള്ളൊരു പരാതി നേരത്തെ തന്നെ ഉയർന്നിരുന്നതാണ്. നേരത്തെ ഈ പൂരം കലർത്തി വിഷയം, ADGP വിഷയമൊക്കെ ഉയർന്നിരുന്ന സമയത്തൊക്കെ എല്ലാം CPI എന്താണോ പറഞ്ഞത് അതിനൊരു നടപടി, അതിനനുകൂലമായിട്ടുള്ളൊരു നടപടി CPIഎമ്മിന്റെ ഭാഗത്ത് മുന്നണിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു പരാതി നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും PMC പദ്ധതിയുമായിട്ട് അത് ഒപ്പുവെക്കുന്നു. അതിൽ മന്ത്രിമാരോട് പോലും ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളൊരു പരാതി പ്രധാനമായിട്ടും CPI ഉന്നയിക്കുന്നത്. ഇനി ഇത്തരത്തിൽ ഒരു കാര്യം, ഇത്തരത്തിലൊരു മര്യാദകളൊക്കെ എടുത്ത് അതിനെ സഹിച്ചുകൊണ്ട് മുന്നണിയിൽ തുടരണോ
എന്നൊരു അടക്കമുള്ള ചർച്ചകളാണ് ഈ ആദ്യഘട്ടത്തിൽ ഉയർന്നിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് CPI മന്ത്രിമാർ അവർ മന്ത്രിസഭയിൽ നിന്ന് വിട്ടുനിൽക്കാൻ വരെ തയ്യാറാകുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ അത്തരം ഒരു ആവശ്യം CPI നേതൃത്വത്തിന്റെ മുന്നിലേക്ക് അവർ തന്നെ മുന്നോട്ട് വെക്കുന്നു. ചില മന്ത്രിമാർ തന്നെ അവരുടെ ഓഫീസ് ഒഴിയുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചു എന്നടക്കമുള്ള ചില വാർത്തകളും പുറത്തു വന്നിരുന്നതാണ്. ഏതായാലും മുന്നോട്ട് ഇങ്ങനെ നാണം കെട്ടി തുടരേണ്ടതില്ല എന്നുള്ളൊരു സമീപനത്തിലേക്കായിരുന്നു ആദ്യഘട്ടത്തിൽ CPI പോയിരുന്നത്. എന്നാൽ ഇപ്പോൾ CPIയെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം വലിയ രീതിയിൽ തന്നെ CPIഎമ്മിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇന്ന് അടിയന്തരമായിട്ടുള്ള സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയും ഇതിൽ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുകയും ചെയ്യുന്നു. ഈ സെക്രട്ടേറിയറ്റിൽ പ്രധാനമായിട്ടും ഉയർന്നിരുന്ന ഒരു ആവശ്യം CPIയെ ഒപ്പം ചേർത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ ഏതാനും ആഴ്ചകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഒപ്പം മാസങ്ങൾക്കുള്ളിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ മുന്നണിയിൽ വലിയൊരു വഴക്കുണ്ടാകുക അല്ലെങ്കിൽ മുന്നണിയിൽ വലിയൊരു വിള്ളൽ ഉണ്ടാകുന്നത് അത് ദോഷമായി ബാധിക്കും. തുടർഭരണം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ തുടർഭരണം ലക്ഷ്യം വെക്കുന്ന ഇടതു മുന്നണിയെ സംബന്ധിച്ച് അത് വലിയൊരു പ്രതിസന്ധിയിലേക്കായിട്ടും ആ കാര്യങ്ങൾ പോവുക എന്നുള്ളൊരു കാര്യം പ്രധാനമായിട്ടും ഏതായാലും CPIഎമ്മിന്റെ സെക്രട്ടേറിയറ്റിലും ഈ വിഷയം ഇന്ന് ഉയർന്നു വന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി നേരിട്ടെത്തി ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ അതിൽ ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള നീക്കം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും നേരിട്ട് തന്നെ ഉണ്ടായത്. ഇന്ന് മുഖ്യമന്ത്രി വിജയവുമായി ഫോണിൽ സംസാരിക്കുമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ രാവിലെ വിജയശം തന്നെ പറയുകയുണ്ടായിരുന്നു മുഖ്യമന്ത്രി തന്നെ ഫോണിൽ വിളിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. എന്നാൽ മുഖ്യമന്ത്രി നേരിട്ടെത്തി വിഷയവുമായി ചർച്ച ചെയ്യുന്നു. ആ ഒരു കാഴ്ചയാണ് ഇന്ന് കണ്ടത്. ഏതായാലും ആ ചർച്ചയ്ക്ക് ശേഷമുള്ള ഒരു തീരുമാനം അത് ഇനി CPIയുടെ ഭാഗത്തുനിന്നും എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കാര്യമാണ്. CPIയെ മയപ്പെടുത്തുന്നതിന് വേണ്ടി പല കാര്യങ്ങളും ഏതായാലും CPIഎം മുന്നോട്ട് വെക്കുന്നുണ്ട്. EMC പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകാതെ തന്നെ ഇതിന്റെ കരാറിലെ കാര്യങ്ങൾ അത് പാലിക്കാതെ അത് ഉടനെ നടപ്പിലാക്കാതെ അതിന് കാലതാമസം വരുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ടും CPIഎം മുന്നോട്ട് വെക്കുന്നത്. ഈ കാര്യം CPI അംഗീകരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഇനി അറിയേണ്ടതുണ്ട്. മുഖ്യമന്ത്രിയുമായിട്ടുള്ള ചർച്ച നടത്തുന്നു. ആ ചർച്ചയ്ക്ക് ശേഷം ഏതായാലും വിനോദ് അടക്കമുള്ള ആളുകൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുക ആ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. ആലപ്പുഴ ബസ്സത്തിൽ തന്നെയാണ് ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടക്കുന്നത്. ഈ സെക്രട്ടേറിയറ്റ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ മന്ത്രിമാരായിട്ടുള്ള കെ രാജനെയും GR അനിൽകുമാറിനെയും ഒപ്പം ഈ പ്രസ്താവ അടക്കമുള്ള ആളുകളെ നേരത്തെ മുഖ്യമന്ത്രി തന്റെ മുറിയിലേക്ക് വിളിപ്പിക്കുകയും ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ ഒരു വിഷയത്തിൽ ഇനി CPI എങ്ങനെ ഒരു നിലപാടെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ CPIയുടെ നിലപാട് എന്താണ് എന്നുള്ള കാര്യം ഇന്ന് അറിയാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വലിയൊരു ചർച്ച മുന്നണിയെ ഒരു പ്രതിസന്ധിയിലാക്കിയ ഒരു വലിയ ചർച്ച ആ കാര്യത്തിൽ ഇനി CPI എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു വ്യക്തത ഈ സെക്രട്ടേറിയറ്റ് യോഗം കഴിയുന്നതോടുകൂടി ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കിരൺ, മന്ത്രിസഭാ യോഗത്തിൽ അതായത് ബുധനാഴ്ച നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ പങ്കെടുക്കില്ല എന്നുള്ള ഒരു വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ടല്ലോ. അത്തരത്തിൽ നിർണായക തീരുമാനങ്ങൾ CPI എടുത്തു കഴിഞ്ഞോ? അത് വ്യക്തമായി അത്തരം ഒരു തീരുമാനത്തിലേക്ക് നിലവിൽ കടന്നിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് ഒന്ന് അറിയേണ്ടത്. ഏതായാലും ഈ സെക്രട്ടേറിയറ്റ് യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യോഗത്തിന് ശേഷമായിരിക്കും അത്തരം ഒരു തദ്ദേശ ഒരു നിലപാടുകളിലേക്ക് പോകേണ്ടതുണ്ടോ എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഏതായാലും കടക്കാൻ ഈ യോഗത്തിൽ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് CPI മന്ത്രിമാർ വിട്ടുനിൽക്കാമെന്ന അടക്കമുള്ള ആവശ്യങ്ങൾ നേരത്തെ ഉയർന്നു വന്നിരുന്നതാണ്. ഇനി ആ ഒരു വിഷയത്തിൽ എന്താണ് തീരുമാനമെടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് കാണേണ്ടത്. മുഖ്യമന്ത്രിയുമായിട്ടുള്ള ചർച്ച പൂർത്തിയായിട്ടുണ്ട്. മുഖ്യമന്ത്രി ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ നിന്നും പുറത്തേക്കും പോയിട്ടുണ്ട്. ഏതായാലും ഇനി ആ കാര്യത്തിൽ കൂടുതൽ ഒരു വ്യക്തത ഉടനെ തന്നെ ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി കിരൺ, ഏതായാലും CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അല്പസമയത്തിനകം ചേരുകയാണ്. നിർണായകമായ തീരുമാനം CPI എടുത്തിട്ടുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അതായത് ബുധനാഴ്ച നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ വിട്ടുനിൽക്കും എന്നുള്ള ഒരു നിർണായക തീരുമാനത്തിലേക്ക്, അതായത് നിലപാട് കടുപ്പിക്കുകയാണ് CPI എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഏതായാലും അക്കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. കടുത്ത നിലപാട് CPI എടുക്കുകയാണ്. പല ഘട്ടങ്ങളിലും CPI അനുനയിപ്പിക്കാൻ പല സാഹചര്യങ്ങളിൽ CPMന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ PM ശ്രീയുമായി മുന്നോട്ട് പോകുമ്പോൾ അത്തരത്തിൽ അനുനയ നീക്കങ്ങൾ എല്ലാം പാളിപ്പോവുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. CPI കടുത്ത നിലപാടെടുക്കുകയാണ്. മുന്നണി മര്യാദകൾ ലംഘിച്ചു എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞതാണ്. അതിന് പിന്നാലെ ഇപ്പോൾ
മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുന്നണിക്കുള്ളിൽ കടുത്ത പ്രതിസന്ധിയായി ഇത് മാറാനുള്ള സാഹചര്യമാണ് ഉണ്ടാവുക. പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിക്കഴിഞ്ഞു. 6 മാസത്തിനപ്പുറം സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ളൊരു നിലപാട് കടുപ്പിക്കൽ CPIയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. പിന്നോട്ട് പോകില്ല എന്ന് CPI ഉറപ്പിക്കുകയാണ്. PM ശ്രീയുമായി മുന്നോട്ട് പോയാൽ PM ശ്രീ എന്നുള്ളത് CPIയുടെ അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ നയ വ്യതിയാനമുണ്ടാക്കാൻ പോകുന്ന പദ്ധതിയാണ് എന്ന് തന്നെയാണ് CPI ഇപ്പോഴും ഉറപ്പിച്ച് പറയുന്നത്. അതിൽ നിന്നും ഒരു തരത്തിലും പിന്നോട്ട് പോകാൻ കഴിയില്ല. തങ്ങളുടെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല. ഇടതുമുന്നണിയുടെ നയം മാറാൻ ഒരു തരത്തിലും CPI അനുവദിക്കില്ല എന്നുള്ള കാര്യത്തിൽ CPI ഉറച്ചു നിൽക്കുകയാണ്. ഇനി ഏതായാലും ബിനോയ് വിശ്വം, എനിക്ക് തോന്നുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റിന് പിന്നാലെ ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കണ്ടേക്കും. അപ്പോഴായിരിക്കും ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരിക. ഏതായാലും ഇപ്പോൾ CPI മന്ത്രിമാർ വിട്ടുനിൽക്കും, അതായത് വരുന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കും എന്നുള്ള വിവരം വരികയാണ്. മുഖ്യമന്ത്രി നേരിട്ടെത്തി അനുനയിപ്പിച്ചിട്ടും ഒരു അനുനയം ഏറ്റില്ല എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരിക. ഈ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള കടുത്ത നിലപാടുകൾ CPI എടുക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അതായത് മുന്നണിയുടെ മര്യാദകൾ CPM ലംഘിച്ചു എന്ന് CPI പറയുമ്പോൾ അതിൽ തന്നെ തുടരണമോ അവിടെ നിന്നും പുറത്തേക്ക് പോകണമോ എന്നുള്ള കാര്യത്തിലൊക്കെ നിർണായക തീരുമാനങ്ങൾ CPI എടുക്കും. CPIയെ സംബന്ധിച്ച് വളരെ നിർണായകമായ സമയമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ CPI പിന്നോട്ട് പോയില്ലെങ്കിൽ അത് വലിയ പ്രതിസന്ധി CPMനും ഉണ്ടാക്കും എന്നതിൽ സംശയമില്ല. സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രവർത്തനങ്ങളും ആയി മുന്നോട്ട് പോകുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തൽ കൂടിയാകാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ CPIയെ പിണക്കുന്നത് ഒരു തരത്തിലും CPMന് ഭൂഷണമാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ മുന്നണിയെ പ്രതിസന്ധിയിലാക്കുന്ന നിലപാടുകൾ എടുക്കരുതെന്ന് നേരത്തെ CPI എക്സിക്യൂട്ടീവ് യോഗത്തിൽ വിവിധ പ്രതിനിധികൾ ഉന്നയിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടി ഇനി എങ്ങനെയാണ് CPIയുടെ മുന്നോട്ട് പോക്ക്? മുന്നണിക്കുള്ളിൽ തുടരാൻ തന്നെയാണോ അതോ കടുത്ത നിലപാട് അറിയിച്ച് മുന്നണിയിൽ നിന്നും പുറത്തേക്ക് പോകാൻ ആലോചിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വരും മണിക്കൂറുകളിൽ അറിയാൻ കഴിയും എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും നിലവിൽ CPI അവരുടെ നിലപാട് കടുപ്പിക്കുകയാണ്. മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. CPIക്ക് 4 മന്ത്രിമാരാണ് സംസ്ഥാന മന്ത്രിസഭയിലുള്ളത്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട 4 വകുപ്പുകൾ, റവന്യൂ വകുപ്പ് അടക്കം പ്രധാനപ്പെട്ട വകുപ്പുകളാണ് CPI മന്ത്രിമാർ കൈകാര്യം ചെയ്യുന്നത്. അവർ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് തീർച്ചയായിട്ടും സംസ്ഥാനത്തിന്റെ ഭരണത്തിൽ തന്നെ പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾക്ക് വഴിവെക്കും. അത് എങ്ങനെ ആ സാഹചര്യത്തെ മറികടക്കാൻ CPMന് സാധിക്കും എന്നുള്ളതാണ് പറയേണ്ടത്. നേരത്തെ തന്നെ CPM സംസ്ഥാന സെക്രട്ടറി അടക്കം ചെറിയ പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ CPIയുടെ നിലപാട് കടുപ്പിക്കുന്നതിൽ നിന്ന് മനസ്സിലാകുന്നത് പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല ഉള്ളത്. PM ശ്രീയുമായി മുന്നോട്ട് CPM പോയാൽ, അതായത് PM ശ്രീയുമായി സർക്കാർ മുന്നോട്ട് പോയാൽ CPI 1 ഇഞ്ച് പോലും പിന്നോട്ട് പോകില്ല എന്നുള്ള നിലപാടിലാണ് ഉള്ളത്. ഏതായാലും ഇനി സംസ്ഥാന സെക്രട്ടേറിയറ്റൊക്കെ ചേർന്നതിന് ശേഷം മുഖ്യമന്ത്രി ഏതായാലും ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ നിന്ന് മടങ്ങിയിട്ടുണ്ട്. വയലാർ അനുസ്മരണ പരിപാടികളിലൊക്കെ പങ്കെടുക്കാനായി മുഖ്യമന്ത്രി മടങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രി നേരിട്ടെത്തിയിട്ടും ഒരു തരത്തിലും അനുനയ നീക്കങ്ങളിന് CPI വഴങ്ങിയില്ലെങ്കിൽ എങ്ങനെയാണ് ഇനി CPMനെ അനുനയിപ്പിക്കാൻ CPMന് കഴിയുക എന്നുള്ള ചോദ്യം ഉയർന്നു വരും. ഒപ്പം CPI ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇനിയുള്ള നിലപാട് എന്താണ്? ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നത് കൊണ്ട് മാത്രം ഈ പ്രശ്നം പരിഹരിക്കാനാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്ത് നിലപാട് ഇനി എടുക്കും എന്നുള്ളതാണ് അറിയേണ്ടത്.